ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ അഭിഭാഷകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ എ ജയശങ്കർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജയശങ്കർ, ഒരുപക്ഷെ ഈ ദൃശ്യങ്ങൾ താങ്കൾ കണ്ടു കാണില്ല. സംഭവം ഇതാണ്: ഓട്ടോക്കാരും +2 വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു പ്രശ്നം. അത് പരിഹരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ എത്തുന്നു. അവിടേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ വരികയാണ്. SIയെ മർദ്ദിക്കുകയാണ്. ആദ്യത്തെ അടിയിൽ തന്നെ SIയുടെ ഡയഫ്രം അടിച്ചു പൊട്ടിക്കുന്നു. അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാകുന്നു. കേസെടുക്കുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ 3 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസെടുക്കാതിരിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദവും പുതിയ തരത്തിലുള്ള രക്ഷാപ്രവർത്തനം. അതിലൊരു അത്ഭുതവുമില്ല. ഇതിൽ ആർക്ക് അത്ഭുതമുള്ള? ഇത് കേൾക്കുന്നവർക്ക് ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. കോട്ടയം ജില്ലയെ പറ്റി അറിയുന്നവർക്ക് സംശയം ഉണ്ടാവില്ല. കോട്ടയം ജില്ലയിലെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും എല്ലാം നമ്മുടെ VN വാസവനാണ്. അദ്ദേഹത്തിന്റെ അറിവും സമ്മതവും ഇല്ലാതെ അവിടെ ഒരു ഇല പോലും ചലിക്കുകയില്ല. അവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട സാമൂഹ്യ വിരുദ്ധന്മാരും വാസവന് കപ്പം കൊടുത്തിട്ടാണ് ജീവിക്കുന്നത്. അദ്ദേഹത്തിന്റെ കീഴിലാണ് പോലീസും ഡിവൈഎഫ്ഐ SFIയും സകല ആളുകളും. അപ്പൊ അദ്ദേഹമാണ് കോട്ടയം ജില്ലയുടെ ചക്രവർത്തി, കോട്ടയം ജില്ലാ ചക്രവർത്തി എന്ന് പറയാം. അവിടെ ഈ SIക്ക് തല്ലല്ലേ കൊണ്ടുള്ളൂ. അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടില്ലോ എന്ന് വിചാരിച്ച് സമാധാനിക്കുക. അയാളുടെ ഭാര്യയ്ക്കും പിള്ളേർക്ക് ഭാഗ്യമുണ്ട്. അയാൾ മരിച്ചിരുന്നെങ്കിൽ പോലും ഇതിൽ കൂടുതലൊന്നും സംഭവിക്കുമായിരുന്നില്ല. അത് അപകടമരണമായിട്ടോ ആത്മഹത്യാ ശ്രമമായിട്ടോ ഒക്കെ എഴുതി തള്ളപ്പെട്ടു പോയി. SIയെ തല്ലിയ ഡിവൈഎഫ്ഐക്കാർക്ക് ഉടനെ തന്നെ മേൽ കമ്മിറ്റിയിലേക്ക് പ്രൊമോഷൻ കിട്ടും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ശരി, വളരെയധികം നന്ദി ജയശങ്കർ സംസാരിച്ചതിന്.